കറുത്ത കളറിൽ വരുന്ന ആ ഒരു വരട്ടാതാട്ടാ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചൊക്കെ ചൂടാക്കി കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നല്ല ചെറുതാക്കി അരിഞ്ഞ 3 സവാള, ആ കളറൊക്കെ മാറി വരുന്നവരെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളായിട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യമുള്ള ഉപ്പുമായിട്ട് ചേർത്ത് കൊടുക്കണേ. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/4 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്ക്. ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങട്ടെ. അപ്പോഴേക്ക് നമുക്ക് വേറൊരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ 1 ടീസ്പൂൺ മല്ലി, 4-5 കാശ്മീരി ചില്ലി, 3 കരയാമ്പ്, 3 ഏലക്ക, ഒരു ചെറിയ പീസ് പട്ട, എല്ലാം കൂടെ നല്ലോണം അങ്ങോട്ട് വറുത്തിട്ട് അതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ മിക്സർ ജാറിലിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കണം. ചിക്കനിൽ നിന്നുണ്ടല്ലോ നല്ലോണം വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നേരെ അങ്ങോട്ട് അടച്ചു വെച്ചോ. ആ ചിക്കൻ അവിടെ ഇരുന്നേ നല്ലോണം അങ്ങോട്ട് വേവട്ടെ. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങൂട്ടോ. ഇനി എന്തെങ്കിലും ഒരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പോളം നല്ല ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുണ്ടല്ലോ ഇടക്കും തലക്കും